നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമസ്കാരം മാഡം. കൊണ്ടുവരാം മാഡം. അച്ഛനൊന്ന് പുറത്തു പോയതാ, തിരിച്ചു വന്ന ഉടനെ കൊണ്ടുവരാം. അതെ അതെ, ഞാൻ തന്നെ കൊണ്ടുവരാം. ആകാശേ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഞാനിവിടെ വെറുതെ നിന്നതാ. ഇങ്ങനെ വെറുതെ നിൽക്കാതെ താഴേക്ക് ചെല്ല്. മനീഷ തനിച്ച് ഫോൺ നോക്കി ഇരിക്കുക അവിടെ. അങ്ങോട്ട് ചെന്ന് അവളോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കേ. എത്ര തവണയായി ഞാനിത് നിന്നോട് പറയുന്നു. എങ്ങനെയെങ്കിലും നീ അവളുടെ മനസ്സിൽ കയറിക്കൂടാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് ചെന്നാ ആ നിമിഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. എന്നോട് വെറുപ്പാ അവൾക്ക്. ഏതോ വേലക്കാരനെ നോക്കുന്ന പോലെ. ഇങ്ങനെ നിരാശനാവാതെ ഒന്ന് ഉഷാറാവടാ മോനെ. നിനക്കറിയോ, നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായ നിന്നെയും കൊണ്ട് ഈ വീട്ടിൽ കയറി വന്നപ്പോ എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുത്തെ പകുതി സ്വത്ത് കൈക്കലാക്കണോന്ന്. അതിനിടയ്ക്ക് എന്റെ ശേഖരേട്ടനെ പറഞ്ഞു പറ്റിച്ച് ഇവൻ എന്റെ അനുജൻ ഇവിടുത്തെ രാജപ്രതാപൻ അവരുടെ സ്വത്തൊക്കെ കൈക്കലാക്കി. അന്ന് ശേഖരേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഇവന്റെ കൂടെ കൂടിയതും സ്വത്ത് എന്ന ഒരൊറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ച. ഇനി നീയാ എന്റെ പ്രതീക്ഷ. നീ മനീഷയെ കല്യാണം കഴിക്കണം, എന്നിട്ട് ഈ വീടിന്റെ ഉടമയാകണം. കേട്ടില്ലേ രാജൻ പറഞ്ഞത്? ഈ വീട്ടിലെ പ്രിൻസസ് ആ മനീഷയെന്ന്. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലമ്മേ. നടക്കും മോനെ, നടക്കണം. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാ ഞാൻ എന്റെ ഏട്ടനെയും അനുജനെയും തമ്മില് ശത്രുക്കളാക്കാനുള്ള ശ്രമം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിന്റെ കൂടി സഹായം കിട്ടിയേ പറ്റൂ. മറുത്തൊന്നും പറയണ്ട, നീ ചിന്തിക്കുകയും വേണ്ട. ശരിയമ്മേ. പറഞ്ഞു നാവെടുത്തില്ല. അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഏട്ടനും അമ്മേ